ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ നോക്കി നിർത്തിയത് വാട്സാപ്പിലൂടെ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യ ഇസ്ലാമിക് ബാങ്ക് എമിറേറ്റ്സ് വെലാമിക് എന്ന് പറഞ്ഞുള്ള ചോദ്യം നോക്കിക്കൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കി ടോപ്പിക്കുകളിലേക്ക് ഇതാ പോവുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് നമ്മൾ ഇതാ തുടങ്ങുകയാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 2020 ഏപ്രിൽ 1 ശേഷമുള്ള ബാങ്ക് ലയനത്തോടെയാണ് കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞു പോകൽ പദ്ധതി BRS നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2019 സെപ്റ്റംബറിൽ പ്രിവന്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എത്രാമത്തെ വാർഷികമാണ് 2019 ആഘോഷിച്ചത്? 125ാമത്തെ വാർഷികമാണ് കേട്ടോ. നെടുങ്ങാടി ബാങ്കിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടി. നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ടത് 1899ലാണ്. നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ടത് 1899ലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. 2003 നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നെടുങ്ങാടി ബാങ്കിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഇനി ഗ്രാമീൺ ബാങ്കുകൾ RRBയെ കുറിച്ച് നമുക്ക് നോക്കാം. ഗ്രാമീൺ ബാങ്കുകൾ ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകൾ. ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായിട്ട് ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീൺ ബാങ്കുകൾ. റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നു. RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം 1975. ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം 1975. ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം 1975. ഓക്കെയാണ്. ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഏത് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്? റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976. റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976ന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമീൺ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് പ്രഥമ ഗ്രാമീൺ ബാങ്ക്, മൊറാദാബാദ്, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് ഏതാണ്? പ്രഥമ ഗ്രാമീൺ ബാങ്ക്, മൊറാദാബാദ്, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഗ്രാമീൺ ബാങ്ക്. കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്. 2013 ജൂലൈ 8. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നാണ്. അപ്പൊ ഈ ടോപ്പിക്കൊക്കെ വളരെ വേഗത്തിൽ പറഞ്ഞങ്ങ് പോവുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി. നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും 4 ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ വളരെ വേഗത്തിൽ ഇതൊക്കെ അങ്ങ് നോക്കി പോകാം. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ 1983 പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ആരംഭിച്ച സംരംഭം എന്താണ്? ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കാണ്. അപ്പൊ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ 1983 പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ആരംഭിച്ച സംരംഭമാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കും പ്രൊഫസർ മുഹമ്മദ് യൂനുസും ചേർന്ന് 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കും പ്രൊഫസർ മുഹമ്മദ് യൂനുസും ചേർന്ന് 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ് ആണ്. മുഹമ്മദ് യൂനുസിന്റെ പ്രധാന പുസ്തകങ്ങൾ ബാങ്കർ ടു ദ പുവർ, ദി സ്റ്റോറി ഓഫ് ദി ഗ്രാമീൺ ബാങ്ക്, ബാങ്കർ ടു ദ പുവർ, ദി സ്റ്റോറി ഓഫ് ദി ഗ്രാമീൺ ബാങ്ക്, ബിൽഡിംഗ് സോഷ്യൽ ബിസിനസ്, ദെൻ എ വേൾഡ് ഓഫ് ത്രീ സോങ്സ്.
കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്കാണ് കാനറ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. കേരള ബാങ്കിന്റെ സ്പോൺസർ ബാങ്കാണ് കാനറ ബാങ്ക്. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. ഏറ്റവും അധികം ഏതിന്റെ? കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനമാണ് മലപ്പുറം. ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം, ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ സിക്കിമും ഗോവയുമാണ്. ഓക്കെ കൂട്ടുകാരെ, തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം അഥവാ നബാർഡ് ബാങ്കിനെയൊക്കെ കുറിച്ച് അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള ക്ലാസ്സുകളിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.